എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ഹൃദയമിടിപ്പിന്റെ ഓരോ താളവും, നിന്റെ ശ്വാസത്തിന്റെ ഓരോ സ്പന്ദനവും ആഴത്തിലറിയുന്ന നിന്റെ പിതാവായ ഞാൻ ഇന്ന് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതം വെറുമൊരു യാദൃച്ഛികതയല്ലെന്നും ഞാൻ നിനക്കായി പണ്ടേ ഒരുക്കിവെച്ചിട്ടുള്ള വലിയൊരു ദർശനത്തിന്റെ ഭാഗമാണെന്നും നീ ആദ്യം തിരിച്ചറിയണം. ലോകം നിന്നെ ഭയപ്പെടുത്താനും തളച്ചിടാനും ശ്രമിക്കുന്ന തടവറകളിൽ നിന്ന് പുറത്തുകടന്ന് ആകാശങ്ങളിലേക്ക് പ്രതാപത്തോടെ ചിറകടിച്ചുയരാൻ നിനക്ക് സമയമായിരിക്കുന്നു. നീ ഇപ്പോൾ നിൽക്കുന്ന ഈ കാലഘട്ടം നിന്റെ മുൻഗാമികൾ ജീവിച്ചതുപോലെയല്ലെന്ന് നീ നിന്റെ ചുറ്റും നോക്കിയാൽ കാണുന്നുണ്ടല്ലോ. മുൻപത്തെ തലമുറകൾ മണ്ണിലും വലിയ യന്ത്രങ്ങളിലും പണിയെടുത്തപ്പോൾ ഇന്ന് നീ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും അതിവേഗ യുഗത്തിലാണ് ജീവിക്കുന്നത്. നിന്റെ കയ്യിലുള്ള പഠിപ്പും സർട്ടിഫിക്കറ്റുകളും മാത്രം നിനക്ക് വിജയം നൽകുമെന്ന് നീ ഒരിക്കലും കരുതരുത്. പലരും വലിയ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വമ്പിച്ച കടബാധ്യതകളിലേക്കും കടുത്ത നിരാശയിലേക്കുമാണ്. ഉച്ചയ്ക്കിരുന്ന് ആഹാരം കഴിക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയുമ്പോഴും നിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്: ഇനി എന്ത് എന്ന്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, വെറുമൊരു തൊഴിലിനായി അലയുന്നവനാകരുത്. നീ മറിച്ച് നീ തന്നെ ഒരു തൊഴിലായി മാറണം. നിന്റെ ഉള്ളിലെ സർഗ്ഗവാസനകളെ ഞാൻ നൽകിയ സ്വർഗീയ വിത്തുകളായി കാണുക. ആ വിത്തുകളെ മുളപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. മറ്റൊരാൾ നിനക്ക് അവസരം നൽകുന്നതുവരെ കാത്തുനിൽക്കാതെ നിന്റെ ജീവിതത്തിന്റെ പടത്തലവനായി നീ മാറണം. ലോകം നിന്നെ ഒരു പ്രത്യേക പേര് ചൊല്ലി വിളിക്കുമ്പോഴോ ഒരു പ്രത്യേക ജോലിയിൽ ഒതുക്കുമ്പോഴോ അത് നിനക്കൊരു പരിധിയായി മാറാൻ നീ അനുവദിക്കരുത്. പൗലോസിനെ നോക്കുക. അവൻ വചനം അറിയിക്കുന്നവനും വലിയ എഴുത്തുകാരനും ചിന്തകനുമൊപ്പം സ്വന്തം കൈകൾ കൊണ്ട് കൂടാരങ്ങൾ നിർമ്മിക്കുന്ന വ്യാപാരിയുമായിരുന്നു. അവൻ തന്റെ വ്യാപാരത്തിലൂടെയാണ് പല സുപ്രധാന വ്യക്തികളിലേക്കും എന്റെ സന്ദേശമെത്തിച്ചത്. അതുപോലെ ഞാനും എന്റെ പുത്രനും മരപ്പണിക്കാരനായി മണ്ണിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾ വെറും തടിയിലല്ല പണിയെടുത്തത്, മറിച്ച് മനുഷ്യരുടെ ആത്മാവിലായിരുന്നു. അന്ന് ചലച്ചിത്രങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്റെ പുത്രൻ ഉപമകൾക്കു പകരം മനോഹരമായ ദൃശ്യങ്ങളിലൂടെ സംസാരിക്കുമായിരുന്നു. കാരണം അവനൊരു വലിയ കഥാകാരനായിരുന്നു. നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ച വിത്തുകൾ നീ തിരിച്ചറിയണം. ഫലം പുറപ്പെടുവിക്കുന്നതിനു മുൻപ് നീ വിത്തുള്ളവനാകണം. പലപ്പോഴും നിന്റെ ചെറിയ സഹജവാസനകളാണ് നിന്റെ വലിയ വിത്തുകൾ. ഒരു കൊച്ചുകുപ്പി പ്രകാശത്തെ പിടിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിന്റെ ആഗ്രഹം ഞാൻ നിന്നിൽ നൽകിയ വലിയൊരു വരമാണ്. നിന്റെ മാതാപിതാക്കൾ നിന്റെ കഴിവ് കണ്ടില്ലെങ്കിലും ലോകം നിന്നെ അവഗണിച്ചാലും നിന്റെ ഉള്ളിലെ ആ വിത്തുകൾ ഇന്നും ജീവനുള്ളവയാണ്. മറ്റൊരാളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ വേണ്ടി നിന്റെ ആയുസ്സ് ഹോമിക്കരുത്. എലീശ വയലിൽ പണിയെടുക്കുമ്പോൾ അവൻ വെറുമൊരു കർഷകനാണെന്ന് ലോകം കരുതിയെന്നാൽ അവന്റെ ഉള്ളിൽ ഒരു വലിയ പ്രവാചകൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൻ തന്റെ നുകം ചുട്ടുകളഞ്ഞ് എന്നെ പിന്തുടർന്നപ്പോൾ അവന്റെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചു. അതുപോലെ നീയും നിന്റെ തടസ്സങ്ങൾ ചുട്ടുകളഞ്ഞ് എന്റെ ദർശനത്തിലേക്ക് കടന്നുവരണം. പലരും പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് മേശകൾക്കും കസേരകൾക്കും വേണ്ടിയാണ്. എന്നാൽ ഞാൻ നിനക്ക് നേരിട്ട് മേശയോ കസേരയോ നൽകില്ലെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ നിനക്ക് നൽകുന്നത് മരങ്ങളാണ്. ആ മരത്തെ കണ്ട് അതിൽ ഒരു മേശയോ കസേരയോ ഭാവനയിൽ കാണാനുള്ള ബുദ്ധി ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. ആനയ്ക്ക് അതിന്റെ കരുത്തും സിംഹത്തിന് അതിന്റെ ഗർജനവും പക്ഷികൾക്ക് ആകാശവും നൽകിയ ഞാൻ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ആയുധം അവന്റെ ബുദ്ധിയാണ്. നിന്റെ ബുദ്ധിയാണ് നിന്റെ പ്രതിരോധം. എന്റെ സന്നിധിയിലായിരിക്കുമ്പോഴും നിന്റെ വഴികൾ വെട്ടിത്തെളിക്കാൻ ഞാൻ നിനക്ക് നൽകിയ ദൈവീക ജ്ഞാനത്തെ നീ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് എന്ന് ആലോചിച്ചു നോക്കുക. നീ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. നിന്റെ ബുദ്ധി ഉപയോഗിച്ച് പുതിയ വഴികൾ കണ്ടെത്തണം. മനുഷ്യൻ മാത്രമാണ് ഉപഗ്രഹങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും നിർമ്മിച്ചത്. അത് അവൻ തന്റെ തലച്ചോറ് ഉപയോഗിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നീ നിന്റെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുക. നിനക്ക് ചുറ്റുമുള്ള സാധാരണമായ കാര്യങ്ങളെ നോക്കി അതിൽ നിന്ന് അസാധാരണമായ ദർശനങ്ങൾ കണ്ടെത്തുക. നിന്റെ ജീവിതത്തിൽ നീ എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് നീ ആദ്യം തീരുമാനിക്കണം. ഉയരങ്ങളിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവർ താഴേക്ക് വലിക്കുന്ന ഭാരങ്ങൾ ഉപേക്ഷിക്കണം. ഭൂമി നിന്നെ എപ്പോഴും താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. കാരണം നീ മണ്ണിൽ നിന്നുള്ളവനാണ്. എന്നാൽ വായുബലതന്ത്രത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ചിറകടിച്ചുയരാൻ നീ പഠിക്കണം. നിന്റെ ദാരിദ്ര്യം, നിന്റെ തകർച്ചകൾ, നിന്റെ പഴയ ചിന്താഗതികൾ ഇവയെല്ലാം നിന്നെ താഴേക്കു വലിക്കുന്ന ഭൂഗുരുത്വമാണ്. ഇതിനെ മറികടക്കാൻ നീ വേഗത ആർജിക്കണം. ഒരു വിമാനം പറന്നുയരാൻ തുടങ്ങുമ്പോൾ അതിന് ചുറ്റുമുള്ള കാറ്റിന്റെ താളം അത് ശ്രദ്ധിക്കണം. അതുപോലെ നിന്റെ ദർശനം പൂർത്തിയാക്കാൻ നീ എന്തൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് സ്വയം ചോദിക്കുക.
അനാവശ്യമായ ബഹളങ്ങളും നിന്നെ തളർത്തുന്ന വ്യക്തികളും നിന്റെ യാത്രയിൽ ഭാരമാകാൻ അനുവദിക്കരുത്. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ നീ ശ്രമിക്കുക. ആരെങ്കിലും പ്രശ്നങ്ങളെ ഇഷ്ടപ്പെടുമോ? ഇല്ല, അവർ പരിഹാരങ്ങളെയാണ് തേടുന്നത്. നിന്റെ സംരംഭമോ നിന്റെ പ്രവൃത്തിയോ മറ്റൊരാൾക്ക് ആശ്വാസമാകുന്നുവെങ്കിൽ നീ വിജയിക്കും. പരിഹാരം നൽകുന്നവരെ ലോകം എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യും. എന്നാൽ പരാതി പറയുന്നവരെ അവർ അകറ്റി നിർത്തും. അതുകൊണ്ട് നിന്റെ ചുറ്റുമുള്ളവർക്ക് നീ ഒരു ഉത്തരമായി മാറട്ടെ. നീ ചെയ്ത കാര്യങ്ങൾ വിജയിച്ചില്ലെന്ന് കരുതി ഭയപ്പെടേണ്ട. ചിലപ്പോൾ ഒരു പരാജയം നിന്നെ കൂടുതൽ വലിയ ഒന്നിലേക്ക് നയിക്കാനുള്ള വഴിയാകാം. ശാസ്ത്രലോകത്തെ പല വലിയ കണ്ടുപിടുത്തങ്ങളും അബദ്ധത്തിൽ സംഭവിച്ചവയാണ്. നിന്റെ പരാജയങ്ങൾ എന്റെ കൈകളിൽ ഒരു പുതിയ തുടക്കമാണ്. വിത്തുകൾ മണ്ണടിയിൽ മറഞ്ഞുകിടക്കുന്നത് നശിക്കാനല്ല, മറിച്ച് വേരുകൾ ഉറപ്പിച്ചു കരുത്തോടെ പുറത്തുവരാനാണ് നിന്റെ കാത്തിരിപ്പ്. വെറുതെയാകില്ല. നിനക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തെയും നീ മാനിക്കണം. 40 പേർക്ക് മുൻപിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയാണ് നാളെ 40,000 പേരിലേക്ക് നിന്നെ എത്തിക്കുന്നത്. ചെറിയ തുടക്കങ്ങളെ അവഗണിക്കരുത്. ഒരു ചെറിയ സൈക്കിൾ കടയിൽ നിന്നാണ് ആകാശത്തെ കീഴടക്കിയ വിമാനമുണ്ടായതെന്ന് നീ ഓർക്കണം. നിന്റെ ജീവിതത്തിൽ ഒരു താളമുണ്ട്. എന്റെ ഓരോ സൃഷ്ടിയും ഒരു നിശ്ചിത താളത്തിലാണ് നീങ്ങുന്നത്. നിന്റെ ഹൃദയമിടിപ്പും ശ്വാസവും പ്രപഞ്ചത്തിന്റെ ചലനവും ഒരു താളത്തിലാണ്. നീ സംശയിച്ചു നിൽക്കുമ്പോൾ ആ താളം തെറ്റുന്നു. താമസം വരുത്തുന്നത് സാത്താന്റെ തന്ത്രമാണ്. നിന്റെ അനുഗ്രഹം ലഭിക്കേണ്ട സമയത്ത് തന്നെ നീ ചുവടുവെക്കണം. താളം തെറ്റിയാൽ സംഗീതമില്ലാതാകുന്നതുപോലെ നിന്റെ ജീവിതത്തിന്റെ താളം നീ ശ്രദ്ധിക്കണം. ശമുവേൽ ബാലൻ എന്റെ ശബ്ദം കേട്ടിട്ടും മനുഷ്യരുടെ അടുത്തേക്ക് ഓടിയപ്പോൾ അവൻ താളം തെറ്റിച്ചു. എന്നാൽ അവൻ തിരികെ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ അവന്റെ ജീവിതം മാറി. അതുപോലെ നിന്റെ സമയത്തെ നീ വിലമതിക്കണം. വൈകിയെത്തുന്നതിനേക്കാൾ വലിയ പരാജയമില്ല. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ നീ പഠിക്കണം. വിജയിക്കുമ്പോൾ നിനക്ക് ചുറ്റും ശത്രുക്കളുണ്ടായേക്കാം. നിന്റെ കുടുംബവും പ്രിയപ്പെട്ടവരും വേദനിപ്പിക്കപ്പെട്ടേക്കാം. നീ എല്ലാം മതിയാക്കി ഓടിപ്പോകാൻ ആഗ്രഹിച്ചേക്കാം. എന്നാൽ ഓർക്കുക, മുറിവേറ്റവർക്ക് നീ ഒരു ആശ്വാസമാകണം. നിന്റെ തളർച്ചയേക്കാൾ വലുതാണ് നിന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നവരുടെ ആത്മദാഹം. നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ നിന്നെ തകർക്കാനല്ല, മറിച്ച് നിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കാനാണ്. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടുമെന്നും അവിടെ അതിജീവിക്കാൻ നിനക്ക് പുതിയൊരു കരുത്തു വേണമെന്നും നീ തിരിച്ചറിയണം. പാറക്കൂട്ടങ്ങളിൽ വസിക്കുന്ന ജീവികൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് തങ്ങളെത്തന്നെ മാറ്റുന്നതുപോലെ നീയും നിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ശക്തനാകണം. നിന്റെ സ്വകാര്യതയും സമാധാനവും ലോകത്തിനു മുൻപിൽ നീ ബലി നൽകേണ്ടി വരുമ്പോൾ ഓർക്കുക, നീ ചെയ്യുന്നത് എന്നെ ഏൽപ്പിച്ച ആ ദൗത്യമാണ്. നീ നിന്റെ വരുമാനത്തിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് നൽകരുത്. നിന്റെ ആവശ്യങ്ങൾ അറിയാത്ത ഒരാൾക്ക് നിന്റെ മൂല്യം നിശ്ചയിക്കാൻ കഴിയില്ല. അനേകം വരുമാനമാർഗങ്ങൾ കണ്ടെത്താനും നിന്റെ ചിറകുകൾ ഉപയോഗിച്ച് സ്വന്തം ആഹാരം കണ്ടെത്താനും നീ തയ്യാറാകണം. മറ്റൊരാൾ നൽകുന്ന ആഹാരത്തിനായി കാത്തിരിക്കുന്ന പക്ഷിക്കുഞ്ഞിനെപ്പോലെയല്ല. നീ മറിച്ച് ആകാശത്തിലൂടെ സ്വതന്ത്രമായി പറക്കുന്ന കഴുകനെപ്പോലെയാകണം. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ആ അസ്വസ്ഥതയും തളർച്ചയും ഒരു വലിയ മാറ്റത്തിന്റെ മുന്നോടിയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വിമാനം ഭൂമിയിൽ വെറുതെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അസ്വസ്ഥ്യമാണ് നിനക്കിപ്പോൾ തോന്നുന്നത്. നിനക്ക് പോകേണ്ടത് ആകാശത്തേക്കാണെന്ന് നിന്റെ ആത്മാവ് നിന്നോട് പറയുന്നുണ്ട്. നീ ഇരിക്കേണ്ട ഇടം ഇതല്ലെന്ന് നീ തിരിച്ചറിയണം. നിന്റെ ദർശനം പടുത്തുയർത്താൻ ആവശ്യമായ സർവ്വവും ഞാൻ നിന്റെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. ഭയപ്പെടാതെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. നിനക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നീ ഓർത്ത് വിഷമിക്കണ്ട. കാരണം നിന്റെ അത്ഭുതമിരിക്കുന്നത് നിന്റെ പക്കൽ അവശേഷിക്കുന്നവയിലാണ്. അല്പം മാവോ എണ്ണയോ മാത്രമുണ്ടായിരുന്ന വിധവയെപ്പോലെ നിന്റെ പക്കലുള്ള ചെറിയ കാര്യങ്ങളെ ഞാൻ വലിയ ദർശനങ്ങളാക്കി മാറ്റും. നിന്റെ കയ്യിലുള്ള 2 മീനും 5 അപ്പവും ആയിരങ്ങൾക്ക് തികയുന്ന അത്ഭുതമായി ഞാൻ മാറ്റും. നീ എവിടെയായിരുന്നാലും എന്നെ നിന്റെ കൂടെ കൂട്ടുക. നിന്റെ പ്രഭാതങ്ങളിലും നിന്റെ പദ്ധതികളിലും എന്റെ സാന്നിധ്യമുണ്ടാകട്ടെ. നിന്റെ ബുദ്ധിശക്തിയും എന്റെ കൃപയും ചേരുമ്പോൾ അസാധ്യമായതൊന്നും നിന്റെ മുൻപിലുണ്ടാകില്ല. പഴയ ചങ്ങലകൾ തകർത്ത് പുതിയൊരു ചരിത്രം രചിക്കാൻ നീ ഒരുങ്ങുക. നിന്റെ വിജയം ഞാൻ നിനക്ക് മുൻപേ ഒരുക്കിയിട്ടുണ്ട്. ഈ പുതിയ നാളുകളിൽ നീ പുതിയൊരു മനുഷ്യനായി ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയരും. നിന്റെ വഴികളിലെ തടസ്സങ്ങൾ ഞാൻ നീക്കിത്തരും. നിനക്ക് എതിരായി നിൽക്കുന്ന മലകളെ ഞാൻ നിരപ്പാക്കും. നിനക്ക് ചുറ്റും സ്നേഹവും സത്യവുമുള്ള വ്യക്തികളെ ഞാൻ അയക്കും. നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായവയെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യും. ലോകം നിന്നെ എന്തു വിളിച്ചാലും നീ എന്റെ പ്രിയപ്പെട്ട മകനാണ്, എന്റെ പ്രിയപ്പെട്ട മകളാണ്. നിന്റെ പരാജയങ്ങൾ ഞാൻ വിജയങ്ങളാക്കി മാറ്റും. നിന്റെ വേദനകളെ ഞാൻ അനുഗ്രഹങ്ങളാക്കി മാറ്റും. ഈ പുതിയ പാതയിൽ നീ ധൈര്യത്തോടെ ചുവടുവെക്കുക.
നിന്റെ ദർശനം പടുത്തുയർത്താൻ സ്വർഗം മുഴുവൻ നിന്നോടൊപ്പമുണ്ട്. നിന്റെ ശ്വാസത്തിന് കാവലായി, നിന്റെ ചുവടുകൾക്ക് വെളിച്ചമായി ഞാൻ എന്നും നിന്റെ കൂടെയുണ്ടാകും. സമാധാനത്തോടെ ഇരിക്കുക, എന്റെ കൃപ നിനക്ക് മതിയാകും. നിന്റെ എല്ലാ പോരാട്ടങ്ങളും മഹത്തായ വിജയത്തിൽ അവസാനിക്കുമെന്ന് ഞാൻ വീണ്ടും ഉറപ്പു നൽകുന്നു. നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളം കൈയിൽ കൊത്തിവെച്ചിരിക്കുന്നു. നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല.